പഴയ കാലം ഓർമ്മപ്പെടുത്തുന്ന ഒരു വിശേഷത്തിലേക്കാണ് നമ്മൾ ആദ്യം തന്നെ പോകുന്നത്. ബാലറ്റ് പേപ്പറിൽ നിന്ന് EVM-ലേക്കൊക്കെ നമ്മൾ മാറിയിട്ട് ഒരുപാട് കാലമായി അല്ലേ. എന്നിരുന്നാലും പഴയ ബാലറ്റ് പെട്ടികൾ അതുപോലെ സൂക്ഷിച്ചു വെക്കുന്ന ചില മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? അങ്ങനെ ഒരാളെയാണ് ആദ്യം പരിചയപ്പെടുത്തുന്നത്. ഇങ്ങനെ ആയിരുന്നില്ല പണ്ട് നമ്മൾ വോട്ട് ചെയ്തിരുന്നത്. ബാലറ്റ് പെട്ടിയിലായിരുന്നു. വോട്ട് പെട്ടിയെ ചുറ്റിപ്പറ്റി മുദ്രാവാക്യങ്ങളുണ്ടായിരുന്നു. ദീർഘകാലത്തെ സേവനത്തിന് ശേഷം വോട്ടുപെട്ടികൾ വിശ്രമത്തിലാണ്. ചിലരതിനെ നിധി പോലെ കാത്തുസൂക്ഷിക്കും. എന്തൊക്കെ ഈ വോട്ടുപെട്ടിയുടെ പ്രത്യേകതകൾ? വോട്ടുപെട്ടിയുടെ പ്രത്യേകതകളെന്ന് പറഞ്ഞാൽ ആൽവിൻ കമ്പനി 1951 നിർമ്മിച്ച വോട്ടുപെട്ടിയാണ്. ഇത് 1952 51 ലാസ്റ്റ് മുതൽ 52 വരെയാണ് പൊതു തിരഞ്ഞെടുപ്പ് നടന്നത്. അതിൽ ആദ്യകാലത്ത് ഉപയോഗിച്ച പെട്ടിയാണ്. ഹൈദരാബാദ് നൈസാമിൻ്റെ കാലഘട്ടത്തിലുള്ള അന്ന് ഗവൺമെൻറ്റുള്ള സമയത്ത് ആന്ധ്രാപ്രദേശിലാണ് ഹൈദരാബാദ്. അവിടെ കമ്പനിയിൽ ബോഡി ബിൽഡിംഗ് കമ്പനിയുള്ള, അപ്പോൾ ഗവൺമെൻറ് കമ്പനി ആയതുകൊണ്ട് ഓർഡർ മുഴുവൻ അവർക്ക് കൊടുത്ത് അങ്ങനെ അവരാണ് ഈ പെട്ടികൾ ഉണ്ടാക്കി. ഇതിനെന്തെങ്കിലും പ്രത്യേകതയുണ്ടോ ഈ മെറ്റലിനല്ലോ? മെറ്റലിൻ്റെ പ്രത്യേകത ബോഡി ബിൽഡിങ്ങിൻ്റെ കാറ് വാഹനങ്ങളുടെ ഒക്കെ ബോഡി ബിൽഡിങ് ചെയ്യുന്ന കമ്പനിയാണ്. പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ആദ്യകാല ഇലക്ഷനിൽ ഇങ്ങനെ പ്രിൻ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ചെയ്ത് കൊടുത്തു. ഇത് എന്നാ വാങ്ങിയേ? ഇത് ഞാൻ ഒരു 12 വർഷത്തിന് മുമ്പ് ബാംഗ്ലൂരിലൊരു എക്സിബിഷൻ നടന്നു. അവിടെ ഓപ്ഷനിലെടുത്ത സാധനം. എത്ര രൂപ? 5800 രൂപ അന്ന് വിലയത്. അതിൽ കൂടുതൽ പൈസ തന്നാൽ വിൽക്കുമോ? ഇപ്പോൾ കൊടുക്കത്തില്ല. ഇത് നമ്മുടെ ഇത് നമ്മുടെയൊക്കെ ജീവനാണ്. ഈ പുരാവസ്തുക്കൾ, നാണയങ്ങൾ, കറൻസി നോട്ടുകളൊക്കെ വളരെ വർഷങ്ങൾ 10-40 വർഷമായിട്ട് കളക്ട് ചെയ്യുക. ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ ഹക്കീം മാളിയേക്കലിന്റെ പുരാവസ്തു ശേഖരത്തിൽ വോട്ടുപെട്ടി പോലെ അമൂല്യമായ പലതുമുണ്ട്. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ. രഘുനാഥ് നാരായണൻ നമുക്കൊപ്പം ചേർന്നുണ്ട്. രഘു, ഹക്കീം മാളിയേക്കൽ ഇങ്ങനെ പുരാവസ്തുക്കളൊക്കെ ഒരു നിധി പോലെ സൂക്ഷിച്ചു വെക്കുന്ന ഒരാളാണ് അല്ലേ. ഇപ്പോൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനൊക്കെ വന്നു കഴിഞ്ഞു. ഈ വോട്ട് പെട്ടിയൊന്നുമില്ല. പക്ഷേ ഇതോടൊപ്പം തന്നെ മൺമറഞ്ഞൊരു മുദ്രാവാക്യമാണല്ലേ പെട്ടി പെട്ടി ചിങ്കാരി പെട്ടി, പെട്ടി തുറന്നപ്പോൾ പൊട്ടി എന്നൊക്കെയുള്ള ഒരു മുദ്രാവാക്യവും ഇതോടൊപ്പം മൺമറഞ്ഞു എന്നതാണല്ലേ. സന്ധ്യയും ഞാനും ഒന്നും ഇത്തരത്തിൽ ബാലറ്റ് പെട്ടിയിൽ വോട്ട് ചെയ്തിട്ടുണ്ടാവില്ല. ഇതിനു മുൻപത്തെ തലമുറ അതിനൊക്കെയുള്ളൊരു ഭാഗ്യം ലഭിച്ചവരാണ്, അല്ലെങ്കിൽ അവസരം ലഭിച്ചവരാണ്. നമ്മുടെ ആ സിനിമാ പാട്ടിൽ കേട്ടതുപോലെ ഈ കടുവാപ്പെട്ടി, കുരുവിപ്പെട്ടി എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള പെട്ടികളൊക്കെ ഉണ്ടായിരുന്നെന്നാണ് ആളുകൾ പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഗൂഗിളൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്തായാലും ഒരു ചരിത്രത്തിൻ്റെ ഭാഗമാണ് ആ ബാലറ്റ് പെട്ടി. നമ്മൾ ജനാധിപത്യ രാജ്യമായി മാറിയതിനു ശേഷം നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ചൊരു പെട്ടിയാണത്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുകയാണ്. എന്തായാലും ഇത്തരത്തിൽ ഹക്കീം സാറിൻ്റെ വീട്ടിൽ ഇതേപോലത്തെ ധാരാളം കളക്ഷനുകളുണ്ട്. അദ്ദേഹം ഒരു അധ്യാപകനായിരുന്നു. അദ്ദേഹം കുവൈറ്റിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. കുവൈറ്റ് യുദ്ധ സമയത്ത് അവിടെ നിന്ന് മലയാളികൾ ഉൾപ്പെടെ തിരിച്ച് നാട്ടിലേക്ക് മടങ്ങുമ്പോൾ അവിടെ ഉപയോഗിച്ചിരുന്ന നാണയങ്ങളും നോട്ടുകളും മറ്റും തുച്ഛമായ ഇന്ത്യൻ മണിക്ക്, ഇന്ത്യയുടെ രൂപയ്ക്ക് അവർ ആളുകൾക്ക് കൊടുത്തിട്ട് പോയി. അങ്ങനെ ഹക്കീം സാറ് അത്തരത്തിൽ നാണയം ശേഖരിച്ച് തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ ഒരു ക്രേസാണ് ഈ നമ്മളിന്ന് കാണുന്ന രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ വീട് മുഴുവൻ ഇത്തരത്തിൽ പുരാവസ്തുക്കളാണ്. എല്ലാ പുരാവസ്തുക്കളും, ഒരു പുരാവസ്തു മ്യൂസിയത്തിൽ ഉണ്ടാകുന്ന എല്ലാ പുരാവസ്തുക്കളും അവിടെയുണ്ട്. അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു, ഇത്രയൊക്കെ പണം ചിലവാക്കിയതിൽ ദുഃഖമുണ്ടോ? ഒരു വലിയ സമ്പാദ്യമുണ്ടായിരുന്നു. അദ്ദേഹം ഒരിക്കലും ദുഃഖമില്ല, ഇതൊരു മനുഷ്യൻ്റെ ആഗ്രഹമാണ് എന്ന് മാത്രവുമല്ല, അടുത്ത തലമുറയ്ക്ക് ഇത് വേണ്ട എന്നുണ്ടെങ്കിൽ വിറ്റാൽ, എപ്പോൾ വിറ്റാലും വലിയ പണമാണ്. ഇത് വിൽക്കുമെന്ന് ഞാൻ ചോദിക്കുമ്പോൾ വിൽക്കില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതേപോലെ ഒരു വസ്തു അദ്ദേഹം വിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല, അഥവാ അദ്ദേഹത്തിൻ്റെ അടുത്ത തലമുറയ്ക്ക് ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല ഉണ്ടെങ്കിൽ വിറ്റാൽ നിറയെ കാശാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് അക്കാര്യത്തിൽ ദുഃഖമില്ല. ചില മനുഷ്യർ ഇങ്ങനെയുണ്ട് നമ്മളുടെ. തീർച്ചയായും അതാണ്, ചില മനുഷ്യർ അവർക്കല്ലേ പുരാവസ്തുക്കളൊക്കെ ശേഖരിക്കുക, അതിങ്ങനെ സൂക്ഷിച്ചു വെക്കുക എന്നതൊക്കെ ചിലരുടെ ആഗ്രഹം, സന്തോഷമൊക്കെയാണ്. എന്തായാലും മൺമറഞ്ഞു പോയ ഒരുപാട് വസ്തുക്കൾ ഇപ്പോഴും ഹക്കീം മാളിയേക്കൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇങ്ങനെ നിധി പോലെ സൂക്ഷിക്കുന്നുണ്ട് എന്നതാണ്.